അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കുമായിട്ടാണ്. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഹെൽത്തി സ്നാക്കാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതുപോലെ കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും താമസിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഉണ്ടാക്കിയെടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു 4 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. പഴുത്ത പഴമാണ് എടുത്തിട്ടുള്ളത്. പഴുത്ത പഴം എടുത്താൽ മാത്രമേ നമുക്ക് സ്നാക്ക് ശരിയായ രീതിയിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു 4 പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഒന്ന് 4ആയിട്ട് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 അച്ച് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വരുന്നുണ്ട്, കണ്ടോ? നല്ലതുപോലെ മെൽറ്റായി വരുന്നുണ്ട്. നല്ലതുപോലെ മെൽറ്റായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ശർക്കര പാനീയത്തിൽ നല്ലതുപോലെ ഏത്തപ്പഴം മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരുന്ന സമയത്ത് ഞാനിവിടെ 1 കപ്പ് അവൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വെള്ള അവലാണ് എടുത്തിട്ടുള്ളത്. ഏത് അവൽ വേണമെങ്കിലും എടുക്കാം. അവൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏലക്ക പൊടിച്ചത് 1 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. അവലിൻ്റെയും തേങ്ങയുടെയും ഏലക്കയുടെയൊക്കെ ഒരു നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ്. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിയും കിസ്മിസും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഏത് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിലും അത് ചേർത്ത് കൊടുക്കാം. ബദാം ആണെങ്കിൽ ബദാം, ഏതെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇത് നേരത്തെ ഉണ്ടാക്കി വെച്ച പഴത്തിൻ്റെ മിക്സിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടോ? കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ്, ഹെൽത്തി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഇതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് ഞാനിവിടെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്.
എല്ലാം പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കേക്കിൻ്റെ ഒരു ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.